നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2025 ജൂലൈയിൽ നടന്ന +2 തുല്യതാ പൊതുപരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. മലയാളത്തിന്റെയും മറ്റു വിഷയങ്ങളുടെയും പ്ലേലിസ്റ്റുകൾ ചാനലിൽ ലഭ്യമാണ്. അതും കൂടി കാണുവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കും നല്ലതുപോലെ വായിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 24 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുവാനാണ് തന്നിരിക്കുന്നത്. ഓരോന്നിനും 6 സ്കോർ വീതമാണ്. ഈ ഉത്തരങ്ങളൊക്കെ കുറച്ച് വിശദമായാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മറ്റു ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാൻ സഹായമാകും. അതുപോലെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കൂടി ചേർത്ത് വേണം ഉത്തരങ്ങൾ എഴുതാൻ. 24ാമത്തെ ചോദ്യം നോക്കാം. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിലില്ലയോ ഖേദം ചെറുതു നിൻ മാനസേ. കൃഷ്ണനോടുള്ള ഗാന്ധാരിയുടെ ഈ ചോദ്യത്തോട് നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി എഴുതുക. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിലില്ലയോ ഖേദം ചെറുതു നിൻ മാനസേ. കൃഷ്ണനോടുള്ള ഗാന്ധാരിയുടെ ഈ ചോദ്യത്തോട് നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി എഴുതുക. പേജ് നമ്പർ 11 ഗാന്ധാരി വിലാപം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി യുദ്ധത്തിൽ മരിച്ചവരെയും പരിക്കേറ്റ് കിടക്കുന്നവരെയും കാണുന്നു. ഹൃദയഭേദകമായ ഈ കാഴ്ച ഗാന്ധാരിയിലുണ്ടാക്കുന്ന നടുക്കവും വേദനയുമാണ് എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ പറയുന്നത്. യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി ആദ്യം കാണുന്ന കാഴ്ച അർജുനന്റെ അമ്പേറ്റ് രക്തത്തിൽ കുളച്ചു കിടക്കുന്ന ഭഗദത്തിനെയാണ്. അടുത്തതായി മരതകക്കല്ലുപോലെ ശോഭയുള്ള അഭിമന്യു വീണുകിടക്കുന്ന കാഴ്ച ഗാന്ധാരി കാണുന്നു. ഇവരുടെ പൊന്നോമന മുഖങ്ങൾ കാണുന്ന ഗാന്ധാരിക്ക് സഹിക്കുവാനാവുന്നില്ല. ഈ സന്ദർഭത്തിൽ ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരിയുടെ മകനായ അഭിമന്യുവിനെങ്കിലും കൊല്ലപ്പെടാതെ നിനക്ക് നോക്കാമായിരുന്നില്ലേ എന്നും, അതോ കൊല്ലിക്കുന്നത് നിനക്ക് രസമാണോ എന്നും ഗാന്ധാരി കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു. അതുപോലെ ഉത്തരയുടെയും സുഭദ്രയുടെയും ഹൃദയഭേദകമായ കരച്ചിൽ കണ്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെ ഇരിക്കുന്ന ശ്രീകൃഷ്ണനോട് ഗാന്ധാരി ചോദിക്കുന്നു, നിന്റെ ഹൃദയം കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നതെന്നും, കല്ലാണെങ്കിൽ ഇത്തരം കാഴ്ച കണ്ടാൽ ആ കല്ലിന് പോലും ആർദ്രതയുണ്ടാകുമെന്ന് ഗാന്ധാരി പറയുന്നു. കൃഷ്ണന്റെ ഹൃദയകാഠിന്യമാണ് ഗാന്ധാരി ഇവിടെ പറയുന്നത്. അർജുനന്റെ അമ്പേറ്റ് ശിരസറ്റ് കിടക്കുന്ന ജയദ്രഥനെ കണ്ട് നിലവിളിക്കുന്ന തന്റെ മകൾ ദുശ്ശലയെ കാണുന്ന ഗാന്ധാരി അതീവ ദുഃഖിതയാവുന്നു. ഗുരുവായ ദ്രോണരെ കൊന്ന ദൃഷ്ടദ്യുമ്നന്റെ ക്രൂരത എത്ര കടന്നുപോയി എന്നോർത്ത് ഗാന്ധാരി വിലപിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിലില്ലയോ ഖേദം ചെറുതുനിൻ മാനസേ എന്ന് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്നത്. അതായത്, ഞങ്ങൾ വളരെയേറെ ദുഃഖത്തോടു കൂടി കരയുന്നത് കണ്ടിട്ടും നിനക്കൊരൽപ്പം പോലും പരിഭവമോ സങ്കടമോ ഇല്ലേ എന്ന് ഗാന്ധാരി ചോദിക്കുന്നത്. ഈ യുദ്ധത്തിന് കാരണക്കാരനായി ഗാന്ധാരി കരുതുന്നത് ശ്രീകൃഷ്ണനെയാണ്. ശ്രീകൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്ന ചിന്ത ഗാന്ധാരിക്കുണ്ട്. ഈ നഷ്ടങ്ങളുടെ എല്ലാം കാരണക്കാരനായി ഗാന്ധാരി കാണുന്നത് ശ്രീകൃഷ്ണനെയാണ്. അടുത്തത് 25ാമത്തെ ചോദ്യം. മരുന്നല്ല മനസ്സാണ് രോഗത്തെ അടക്കുന്നത്. ഡോക്ടർ ഉണ്ണിയുടെ അഭിപ്രായത്തെ മുൻനിർത്തി സ്വാഭിപ്രായം രേഖപ്പെടുത്തുക. മരുന്നല്ല മനസ്സാണ് രോഗത്തെ അടക്കുന്നത്. ഡോക്ടർ ഉണ്ണിയുടെ അഭിപ്രായത്തെ മുൻനിർത്തി സ്വാഭിപ്രായം രേഖപ്പെടുത്തുക. പേജ് നമ്പർ 59 നോക്കുക. MD വാസുദേവൻ നായരുടെ സുകൃതം എന്ന തിരക്കഥയിലെ കുറച്ചു ഭാഗമാണ് പാഠഭാഗമായി തന്നിരിക്കുന്നത്. ക്യാൻസർ ബാധിച്ച് മരണം മുന്നിൽ കണ്ട് ജീവിതം തള്ളി നീക്കുന്ന കവിയും പത്രപ്രവർത്തകനുമായ രവിശങ്കർ എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. മരുന്നുകൾക്ക് തന്റെ രോഗം മാറ്റാൻ കഴിയില്ലെന്നുറച്ച രവിശങ്കർ മരിക്കുകയാണെങ്കിൽ അത് സ്വന്തം വീട്ടിൽ കിടന്നാവട്ടെ എന്ന് കരുതിയാണ് ഡിസ്ചാർജ് വാങ്ങി സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. ഒരു ദിവസം തന്റെ പഴയ സുഹൃത്തായിരുന്ന ഡോക്ടർ ഉണ്ണി വീട്ടിലേക്ക് വരികയും താനൊരു പ്രത്യേക ചികിത്സാരീതി പിന്തുടരുന്ന ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ടെന്നും രവി അങ്ങോട്ട് വരണമെന്നും പറയുന്നു. എന്നാൽ വീണ്ടും ചികിത്സ നടത്താൻ വിസമ്മതിച്ച രവിയോട് 30 വയസ്സിൽ ക്യാൻസർ ബാധിച്ച് 71 വയസ്സ് വരെ ജീവിച്ച ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഉണ്ണി പറയുന്നു, മരുന്നല്ല മനസ്സാണ് രോഗത്തെ അടക്കിയത്.
ഡോക്ടർ ഉണ്ണിയുടെ ഈ അഭിപ്രായം വളരെ അർത്ഥവത്തായ ഒന്നാണ്. മനുഷ്യന്റെ രോഗശാന്തിയിൽ മരുന്നുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും രോഗിയെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നതിൽ മനസ്സിന്റെ ശക്തിയും ആത്മവിശ്വാസവും വലിയ പങ്കുവഹിക്കുന്നു. ആത്മവിശ്വാസമുള്ള ഒരാൾ രോഗത്തെ ധൈര്യത്തോടെ നേരിടും. സന്തോഷകരമായ മനോഭാവം രോഗശാന്തി വേഗത്തിലാക്കുകയും ചെയ്യും. സുകൃതം എന്ന കഥ ഒരു മനുഷ്യന്റെ വ്യത്യസ്ത ജീവിതാവസ്ഥകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഡോക്ടർ ഉണ്ണിയുടെ ഈ ആശയം മനുഷ്യ ജീവിതത്തിലെ വലിയ സത്യമാണ് വ്യക്തമാക്കുന്നത്. നിരാശയും ഭയവും രോഗം കൂടുതൽ വഷളാക്കുമ്പോൾ പ്രത്യാശയും മനസ്സിന്റെ ധൈര്യവും രോഗത്തെ ചെറുക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ രോഗചികിത്സയിൽ മരുന്നിനൊപ്പം ഉറച്ച മനസ്സും ആത്മവിശ്വാസവും അനിവാര്യമാണ്. സുഹൃതം എന്ന സിനിമ ഒന്ന് കാണുവാൻ ശ്രമിക്കുക. അത് പാഠഭാഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് സഹായമാകും. 26ാമത്തെ ചോദ്യം, ലോകമേ തറവാട് എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ലോകമേ തറവാട് എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 126 എസ് ജോസഫിന്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിത അദ്ദേഹത്തിന്റെ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. വിശാലമായ ലോകദർശനം മുന്നോട്ട് വയ്ക്കുന്ന കവിതയിൽ ലോകം ഒരൊറ്റ കുടുംബം എന്ന ഭാരതീയ സങ്കല്പം പ്രസക്തമാണ്. കവിതയിൽ നാടോടികൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായും വീട്ടുകാർ ചുരുങ്ങിയ ചിന്താഗതിയുടെയും സ്വാർത്ഥതയുടെയും പ്രതീകങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ലോകത്തെ തന്നെ തറവാടായി കാണുന്നവരാണ് നാടോടി വർഗം. ഭൂമിയിലെ ഏത് സ്ഥലവും തങ്ങളുടെ വീടാണെന്ന വിശ്വാസത്തോടെ ജീവിക്കുന്ന നാടോടികൾക്ക് സ്ഥിരമായി ഒരു നാടോ ദേശമോ ഇല്ല. അവർ എവിടെയാണോ അതാണ് അവരുടെ നാട്. മനുഷ്യരെ വേർതിരിവുകളില്ലാതെ സ്നേഹിക്കുകയും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവരുമാണ് നാടോടികൾ. പ്രകൃതിയിൽ നിന്നും എല്ലാം നേരിട്ട് അനുഭവിക്കുവാൻ അവർക്ക് കഴിയുന്നു. ഉദാഹരണത്തിന്, വീട്ടമ്മ മകനെ കുളിപ്പിച്ച് കുടചൂടിച്ച് പള്ളിക്കൂടത്തിലേക്ക് വിടുമ്പോൾ നാടോടിയായ അമ്മ മകനെ മഴയിൽ കുളിപ്പിച്ച് വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് വിടുന്നു. പ്രകൃതിയിൽ നിന്നും വേറിട്ട് മനുഷ്യന് നിലനിൽപ്പില്ല എന്നും മനുഷ്യരെ ദേശം, ജാതി, മതം, സമ്പത്ത് എന്നീ അതിരുകൾ കൊണ്ട് വേർതിരിക്കാതെ എല്ലാവരെയും ഒരേ കുടുംബാംഗങ്ങളായി കാണണമെന്ന സന്ദേശവും കവിത നൽകുന്നു. തീ കത്തുമ്പോൾ ചൂടും സൂര്യനുദിക്കുമ്പോൾ പ്രകാശവും മഴ പെയ്യുമ്പോൾ കുളിർമയും എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്. അതിൽ നാടോടിയെന്നോ നഗരവാസിയെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഇതിൽ നിന്നും ലോകം ഒരൊറ്റ തറവാടെന്ന ആശയം കവിത മുന്നോട്ട് വയ്ക്കുന്നു. നാടോടികളുടെ ജീവിത ചുറ്റുപാടുകളിൽ അവർക്ക് ലഭിക്കേണ്ടതെല്ലാം മറ്റു ചിലരുടെ കൈകളിൽ മാത്രമാകുന്നു. അവരുടെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെടുന്നു. എന്നിരുന്നാലും അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശവും അധികാരവുമുണ്ട്. ഈ ലോകം അവരുടേതും കൂടിയാണ്. ഇതിലൂടെ ഭൂമി മുഴുവൻ മനുഷ്യരുടെയും പൊതുവാസസ്ഥലമാണെന്ന ആശയം കവി ശക്തമായി അവതരിപ്പിക്കുന്നു. ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയാണ് കവിതയുടെ മറ്റൊരു പ്രത്യേകത. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പിറന്ന വരികൾ വായനക്കാരന്റെ മനസ്സിൽ മാനവികതയുടെ സന്ദേശം ഉണർത്തുന്നു. അടുത്തത് 27 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുവാനാണ്. ഓരോന്നിനും 8 സ്കോർ വീതമാണ്. 27ാമത്തെ ചോദ്യം, സ്നേഹവാത്സല്യങ്ങളുടെ നഷ്ടപ്പെടലുകളെ കുറിച്ചുള്ള ആദിയാണോ പെങ്ങൾ എന്ന കവിത നൽകുന്ന സന്ദേശം? നിരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സ്നേഹവാത്സല്യങ്ങളുടെ നഷ്ടപ്പെടലുകളെ കുറിച്ചുള്ള ആദിയാണോ പെങ്ങൾ എന്ന കവിത നൽകുന്ന സന്ദേശം? നിരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 29 ONV കുറുപ്പിന്റെ അപരാഹ്നം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള പെങ്ങൾ എന്ന കവിത സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിന്നിരുന്ന പഴയ കുടുംബ ബന്ധങ്ങളുടെ നഷ്ടപ്പെടലുകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കവിതയാണ്. കവിതയിൽ സഹോദര ബന്ധത്തിന്റെ മഹത്വവും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം ക്ഷയിച്ചു പോയിരിക്കുന്നു എന്ന് കവി വേദനയോടെ ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീയെ അമ്മയായോ സഹോദരിയായോ മകളായോ കാണുന്ന സംസ്കാരമായിരുന്നു നമ്മുടേത്. എന്തും കച്ചവട കണ്ണോടെ നോക്കിക്കാണുന്ന പുതിയ സമൂഹത്തിൽ സ്ത്രീയോടുള്ള മനോഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്. സ്നേഹവാത്സല്യങ്ങളുടെ പര്യായമായിരുന്ന പെങ്ങൾ എന്ന വാക്കുപോലും ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ കീഴാള വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്ത്രീയുടെ
ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായാണ് ONV കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു, തെല്ലിടമിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്നശ്രു ബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ എന്ന വരികളിലൂടെ തന്നെ അവളുടെ മൗനം, ദുഃഖം, രോഷം, നിസ്സഹായത എന്നിവ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് സഹോദരങ്ങളും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിന്റെയും കരുതലിന്റെയും ത്യാഗത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു. നിന്റെ പെങ്ങളാണിവൾ എന്ന ആവർത്തനത്തിലൂടെ പെങ്ങളെ കുടുംബത്തിലെ എല്ലാവരുടെയും സ്നേഹത്തിന്റെ കേന്ദ്രമായി കവി ചിത്രീകരിക്കുന്നു. സഹോദരന്റെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹവും കരുതലും പകരുന്ന ഒരാളായി പെങ്ങൾ നിലകൊള്ളുന്നു. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സമൂഹത്തിൽ സഹോദര സ്നേഹത്തിന്റെ ആഴം കുറഞ്ഞു വരുന്നു. ഒരേ വീട്ടിൽ ജീവിച്ചാലും പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഈ വർത്തമാന കാലഘട്ടത്തിൽ ആരും സമയം കണ്ടെത്തുന്നില്ല. സ്നേഹവും വാത്സല്യവും ഇല്ലാത്ത ജീവിതം ശൂന്യമാണെന്നും കുടുംബ ബന്ധങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും പെങ്ങൾ എന്ന കവിത ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത് 28ാമത്തെ ചോദ്യം. സ്ത്രീ സ്വാതന്ത്ര്യം, സുരക്ഷിത ബോധം, സാമൂഹ്യ പദവി തുടങ്ങിയ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കവിതയാണോ കോഴി? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. സ്ത്രീ സ്വാതന്ത്ര്യം, സുരക്ഷിത ബോധം, സാമൂഹ്യ പദവി തുടങ്ങിയ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കവിതയാണോ കോഴി? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 91 കടമ്പനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിതയിൽ സ്ത്രീ ജീവിതത്തിന്റെ ദുരവസ്ഥയും സമൂഹത്തിലെ അസമത്വങ്ങളും ശക്തമായി തന്നെ അവതരിപ്പിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം, സുരക്ഷിത ബോധം, സാമൂഹിക നിയന്ത്രണങ്ങൾ, അനീതികൾ തുടങ്ങിയ വിഷയങ്ങൾ കവിതയിൽ പ്രതിഫലിക്കുന്നു. ഒരു കോഴിയുടെ ജീവിതാവസ്ഥയെ പ്രതീകമാക്കിയാണ് സ്ത്രീയുടെ അവസ്ഥ കവി അവതരിപ്പിക്കുന്നത്. തള്ളക്കോഴിയുടെ രൂപത്തിൽ മാതാവിന്റെ സഹനശക്തിയും വാത്സല്യവും ഉത്തരവാദിത്ത ബോധവും കവിതയിൽ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനോ ജീവിതാവബോധം പകരുവാനോ ശ്രമിക്കാതെ സ്വന്തം സുഖത്തിൽ അഭിരമിക്കുന്ന അമ്മമാരിൽ നിന്നും വ്യത്യസ്തയാണ് കോഴിയിലെ തള്ളക്കോഴി. മാതാവിന്റെ കരുതലിലാണ് മക്കളുടെ സുരക്ഷിതത്വം എന്നവൾ വിശ്വസിക്കുന്നു. വീട്ടുമുറ്റത്തെ ചുറ്റിപ്പറ്റി നടക്കുമ്പോഴും കോഴിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. ഭയവും സുരക്ഷിതത്വമില്ലായ്മയും പലതരം നിയന്ത്രണങ്ങളും അവൾക്ക് നേരിടേണ്ടി വരുന്നു. അതുപോലെ സ്ത്രീക്കും സമൂഹം നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അവളുടെ ജീവിതം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ചട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പ്രകടിപ്പിക്കാൻ പോലും അവൾക്ക് പലപ്പോഴും അവസരം ലഭിക്കാറില്ല. സ്ത്രീകളെ സ്വതന്ത്ര വ്യക്തിത്വമുള്ളവരായി അംഗീകരിക്കണമെന്നും സമൂഹത്തിൽ അർഹിക്കുന്ന സമത്വവും മാന്യതയും ലഭ്യമാക്കണമെന്ന ആശയവും കവിത മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീയെ ബഹുമാനിക്കുകയും അവളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് യഥാർത്ഥ പുരോഗമന സമൂഹമെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീയുടെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത കവിതയിൽ ശക്തമായി പ്രകടമാകുന്നു. അതോടൊപ്പം പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഇരട്ടത്താപ്പുകളും അനീതികളും കവിതയിൽ വിമർശിക്കപ്പെടുന്നു. ഇങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യം, സുരക്ഷിതത്വ ബോധം, സാമൂഹിക പദവി തുടങ്ങിയ ജീവിത പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന കവിതയാണ് കോഴി. സമൂഹത്തിൽ മാറ്റം വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വായനക്കാരനെ ചിന്തിപ്പിക്കാൻ ഈ കവിതയ്ക്ക് കഴിയുന്നു. അടുത്തത് 29ാമത്തെ ചോദ്യം. സാമൂഹിക വൈകല്യങ്ങളെ പരസ്യ വിചാരണ നടത്തുകയാണ് ഗൗളി ജന്മം എന്ന കഥയിലൂടെ ഗ്രേസി. കഥ വിശകലനം ചെയ്ത് സ്വാഭിപ്രായം എഴുതുക. സാമൂഹിക വൈകല്യങ്ങളെ പരസ്യ വിചാരണ നടത്തുകയാണ് ഗൗളി ജന്മം എന്ന കഥയിലൂടെ ഗ്രേസി. കഥ വിശകലനം ചെയ്ത് സ്വാഭിപ്രായം എഴുതുക. പേജ് നമ്പർ 146 ഗൗളി ജന്മം ഗ്രേസിയുടെ 2 സ്വപ്നദർശികൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഗൗളികളെ കേന്ദ്ര കഥാപാത്രമാക്കി ആക്ഷേപഹാസ്യത്തിലൂടെ ഗ്രേസി നടത്തുന്ന സാമൂഹ്യ വിമർശനമാണ് പാഠഭാഗം. പുരുഷാധിപത്യം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചെല്ലാം കഥയിൽ പരാമർശിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീപക്ഷ രചന എന്ന നിലയിൽ ഗൗളി ജന്മം ശ്രദ്ധേയമാണ്. ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യം വെക്കുന്ന കഥകളിൽ ഒന്നാണ് ഗൗളി ജന്മം. 2 ഗൗളികളുടെ വീക്ഷണ കോണിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങൾ, ഈഗോ, അഹങ്കാരം, മേനിപറച്ചിൽ എന്നിവയെ പരിഹസിക്കുകയും അതിലൂടെ സാമൂഹിക വൈകല്യങ്ങളെ ചികിത്സിക്കുക എന്നൊരു ഉദ്ദേശവും കഥയ്ക്കുണ്ട്. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും
അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് ആൺഗൗളി പറയുന്നുണ്ട്. ഇത് മനുഷ്യന്റെ അന്ധവിശ്വാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഡോക്ടർമാരുടെ ഇടയിലുള്ള മത്സരവും ഈഗോയും നിരപരാധികളുടെ ജീവൻ എടുക്കുന്നത് എങ്ങനെയെന്നും കഥയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്റെ ഞാൻ കേമനാണെന്ന ഭാവത്തെയും കഥാകാരി പരിഹസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആൺഗൗളി പറയുന്നുണ്ട്, മുൻജന്മത്തിൽ താനൊരു കഥാകൃത്തായിരുന്നുവെന്നും തന്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ മേൽക്കൂര താങ്ങുന്ന പല്ലിയായതെന്നും. ഇത് സാഹിത്യകാരന്മാർക്കിടയിലെ മേനി പറച്ചിലിനെ പരിഹസിക്കുന്നു. കഥയിൽ ജീവിത പങ്കാളിയോട് അതിരറ്റ സ്നേഹവും അനുകമ്പയുമുള്ള ആരതി എന്ന പെൺകുട്ടിയും സ്വാർത്ഥ താല്പര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സന്ദർശകയും സ്ത്രീ ജീവിതാവസ്ഥയുടെ വ്യത്യസ്ത മുഖങ്ങളാണ്. കുടുംബ ബന്ധങ്ങളുടെയും സാമൂഹ്യ ജീവിതത്തിന്റെയും കഥ പറയുന്ന ഗൗളി ജന്മം സ്ത്രീ ഉപഭോഗ വസ്തുവും പുരുഷന് വിധേയയും അവന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാനുള്ളവളുമാണെന്ന കാഴ്ചപ്പാട് പൊളിച്ചെഴുതുന്നു. കൂടാതെ സമൂഹത്തിൽ സ്ത്രീക്ക് അവളുടേതായ ഇടവും സ്വാതന്ത്ര്യവും വേണമെന്നും അതവളുടെ അവകാശമാണെന്നും പറയുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അവൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്നും ഭയപ്പെടുത്തിയും വിധേയപ്പെടുത്തിയും അടിമയാക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണെന്നും പുരുഷാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്കും യാതനകൾക്കും വിധേയരാവേണ്ടവരല്ല സ്ത്രീകളെന്നും കഥാകാരി പറയുന്നു. സാമൂഹിക ചുറ്റുപാടിൽ പുരുഷന്റെ മേൽക്കോയ്മയും കഥയിൽ വിമർശന വിധേയമാകുന്നുണ്ട്. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെ മറ്റെല്ലാ വിഷയങ്ങളുടെയും മുൻവർഷ ചോദ്യപേപ്പറുകളും പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും വിശകലനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.